അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി ഇറാൻ. ഈ ആക്രമണത്തോടു കൂടെ പേടിച്ചു പോയ അമേരിക്കൻ കപ്പലുകള് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പിന്മാറി. ഇതാണ് പുതുതായിട്ട് ഇറാനിൽ നിന്ന് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് US ഡിസ്ട്രോയറുകളെയാണ്. അതായത് ഈ പറയുന്ന ഫിഫ്ത് ഫ്ലീറ്റിൽ വരുന്ന ബഹ്റൈൻ ആസ്ഥാനമായിട്ടുള്ള ഈ അമേരിക്കയുടെ ഫിഫ്ത് ഫ്ലീറ്റിൽ വരുന്ന ഡിസ്ട്രോയറുകളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഈ ഡിസ്ട്രോയേഴ്സിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് അങ്ങ് മിസൈൽ അയക്കുക, ഡ്രോൺ ആക്രമണം നടത്തുകയല്ല ചെയ്തേക്കുന്നത്. അതിന്റെ കമാൻഡിങ് സെന്ററുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി ആ കമാൻഡിങ് സെന്ററിലോട്ടാണ് ഇവർ യഥാർത്ഥത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആക്രമണം നേരിട്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഡിസ്ട്രോയേഴ്സും കൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പിൻവാങ്ങി എന്നുള്ളതാണ് ന്യൂസ്. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇറാന്റെ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയും ഇറാന്റെ വാണിജ്യ കപ്പലുകളെ നിരന്തരം തടയുകയും ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയുടെ ഡിസ്ട്രോയർ ആണ് ഇപ്പൊ ഈ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അമേരിക്കയുടെ ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഡിസ്ട്രോയേഴ്സ് ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഡിസ്ട്രോയേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം ആയിരിക്കെ ഇതൊക്കെ എങ്ങനെ മറികടന്ന് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇതിനെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമാണെന്നുള്ളതാണ്. അപ്പോ ഇറാന്റെ ഏറ്റവും പുതിയ മിസൈൽ സിസ്റ്റം ആയിട്ടുള്ള ഖാദിർ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല, ഇറാൻ പുതുതായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഫത്ത ഡ്രോണിന്റെ ഒക്കെ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ആക്രമണം ഈ പറയുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് അമേരിക്കയുടെ DDG-103, DDG-87 എന്നീ രണ്ട് പ്രമുഖ മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകളാണ് ഒമാൻ കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇപ്പോ പിൻവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക ഈ പറയുന്ന ഇറാന്റെ നാവികസേനയെ മൊത്തത്തിൽ ഒബ്ലിട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന് നാമാവശേഷമായി ഇറാന്റെ നാവികസേന ഇപ്പൊ മൊത്തത്തിലുള്ളത് ഹോർമൂസ് കടലിടുക്കിന്റെ അടിത്തട്ടിലാണ്. അതായത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മൊത്തം അടിച്ചിട്ട് മുക്കി കളഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു സേന ആണെന്നുണ്ടെങ്കിൽ ആ സേനയ്ക്ക് എങ്ങനെയാണ് യുഎസിന്റെ ഈ പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഡിസ്ട്രോയേഴ്സിനെ അടിച്ചിടാനും അതേപോലെ തന്നെ കമാൻഡിങ് സെന്ററുകളെ നോക്കി ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ട്രംപിനോട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റികളുടെ മേലെ B-2B ബോംബറുകൾ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തിയിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഈ പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റിന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുമായിട്ട് ഒരു നെഗോസിയേഷന് പോകേണ്ട ആവശ്യം, കരാറിലേക്ക് പോകേണ്ട ആവശ്യം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എൻടോംബ് ചെയ്തില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇറാൻ അത്ര ചെറിയ സംഭവം ഒന്നല്ല, വെനിസ്വേല പോലെയൊന്നുമല്ല, കുറച്ചും കൂടെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് ഇറാന്റെ നാവികസേനയെ ഒബ്ലിട്രേറ്റ് ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒബ്ലിട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാവികസേന ഇപ്പൊ എങ്ങനെയായിരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ന്യൂസ് ഒന്ന് പൂർണ്ണമായിട്ട് നോക്കാം. അമേരിക്കൻ സഖ്യസേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയ ഒമാൻ കടലിൽ ഇറാന്റെ ആക്രമണം. US നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ഒമാൻ കടലിൽ വെച്ച് ഇറാന്റെ വാണിജ്യ കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും തടയാൻ ശ്രമിച്ച US ഡിസ്ട്രോയർ കപ്പലിന്റെ തന്ത്രപ്രധാന മിലിറ്ററി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഇറാൻ നാവികസേന നേരിട്ട് ആക്രമിച്ച് തകർത്തു. ഇതിന് തൊട്ടു പിന്നാലെ US നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഒമാൻ കടലിൽ നിന്ന് പിൻവാങ്ങി ഇന്ത്യൻ മഹാസമുദ്രം ലക്ഷ്യമാക്കി നീങ്ങിയതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഇവരുടെ തന്നെ ചില ദ്വീപുകൾക്ക് നേരെ, ദ്വീപുകളിലുള്ള ഈ പറയുന്ന റഡാറുകൾക്ക് നേരെയൊക്കെ അമേരിക്കൻ ആക്രമണം നടന്നിട്ടുണ്ട്. അമേരിക്ക ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഈ പറയുന്ന എന്താ പറയാ സീസ്ഫയറിന്റെ ലംഘനമല്ല. ട്രംപ് പറയുന്നത് വൻ കോമഡിയാണ്. ഇത്രയും എന്താ പറയാ മാന്തലും തോണ്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡീലിലേക്ക് എത്തും എന്നാണ് ട്രംപ് പറയുന്നത്. അതെങ്ങനെയാന്നുള്ളത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമ്പോഴല്ലേ ഒരു ഡീലിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ അങ്ങോട്ടൊരു ബോംബ്, അവിടുന്ന് ഇങ്ങോട്ടൊരു ബോംബ്, ഇവിടുന്ന് അങ്ങോട്ട് 4 ഡ്രോണ്, അവിടുന്ന് ഇങ്ങോട്ട് 5 ഡ്രോണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇത് സമാധാനത്തിലേക്ക് എത്തുന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇനി
അതിന്റെ ബാക്കി വായിക്കുകയാണെങ്കിൽ ഇറാൻ നാവികസേനയുടെ ഔദ്യോഗിക പ്രസ്താവനകളെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി തസ്നീമാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചും ഒമാൻ കടലിൽ ഇറാന്റെ വാണിജ്യ കപ്പലുകളെ നിരന്തരം തടസ്സപ്പെടുത്തിയും പ്രകോപനം സൃഷ്ടിച്ച US നാവികസേനയുടെ നീക്കങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ നാവികസേന അവകാശപ്പെട്ടു. അതായത് ഒമാൻ കടലിൽ ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച US ഡിസ്ട്രോയർ കപ്പലിനെ ഇറാൻ സേന കൃത്യമായി തിരിച്ചറിയുകയും അതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന കമാൻഡ് ആൻഡ് കൺട്രോളർ സെന്ററിന് നേരെ മിസൈൽ തൊടുക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്ക എപ്പോഴും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ്. അമേരിക്കക്ക് എപ്പോഴും മറ്റു രാജ്യങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് പോവുക, അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഈ പറയുന്ന കപ്പൽ പാതകളിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇച്ഛക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യുക. എന്നാൽ അത് വേറൊരു രാജ്യം ചെയ്യുന്ന സമയത്ത് അവരുടെ സ്വയരക്ഷാർത്ഥമാണെങ്കിലും കൂടെ ചെയ്യുന്ന സമയത്ത് അപ്പൊ വന്ന് പറയും അത് ഇന്റർനാഷണൽ നിയമങ്ങളുടെ ലംഘനമാണ്, UN-ന്റെ ചാർട്ടറിനും അതേപോലെ തന്നെ ഇതിനൊക്കെ ലംഘനമാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന്. പക്ഷെ ഇവര് വന്നിട്ട് എന്ത് ചെയ്യും? ഇതെല്ലാം ലംഘിക്കുകയും ഇവർക്ക് തോന്നുന്ന പോലെ പെരുമാറുകയും പ്രസിഡന്റുമാരെ അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന പരിപാടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഇതിനകത്ത് വെനിസോലയിൽ പോയിട്ട് മദൂറോനെ അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ടാറ്റയും ബൈ ബൈ ഒക്കെ തന്നിട്ടാണ് വിട്ടെ. ഇറാൻ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇറാൻ ഇവിടുന്ന് അങ്ങോട്ട് ടാറ്റ ബൈ ബൈ കൊടുത്തു. എന്ത്? ഇവിടെ ഈ കളി നടക്കൂല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്രോണും മിസൈലും അയച്ചിട്ട് ഇവരുടെ മൊത്തത്തിലുള്ള US സെന്ററുകൾക്ക് നേരെ, താവളങ്ങൾക്ക് നേരെ ഈ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം നടത്തി മൊത്തത്തിൽ കയ്യിന്ന് പോയി. സാധനം കുടുങ്ങി അവസ്ഥയാണ് ഇപ്പോ. എന്നിട്ടാണ് ഈ തോണ്ടലും മാന്തലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ USS ഡിസ്ട്രോയർ ആണ്, സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇറാന്റെ കയ്യിലുള്ള ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിസൈലുകൾക്കും ഡ്രോണുകളുടെ മുന്നിലൊന്നും സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒന്നും ഒരു തേങ്ങയല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.